എന്റെ തോക്കടായിട്ടില്ല. പേടിയുണ്ട്, സന്തോഷമുണ്ട്. ആർക്ക് ആർക്ക്? ഭർത്താവിന്. ഭാര്യക്ക് എന്തെങ്കിലും തോക്കടായ ഭർത്താവിന് സന്തോഷമുണ്ട്, പേടിയുണ്ട്. എന്താ പേടിയ? ആർക്കിതൊക്കെ തിരിഞ്ഞെങ്ങനെ അതല്ലേ? അതിനാണ് പൈസ ചെലവാകുന്നുള്ള പേടിയുണ്ട്. എന്നാ സന്തോഷമില്ല. അല്ല, ഈ ചെലവാകാൻ ഇതുകൊണ്ടാണ് കഴിഞ്ഞിട്ടാണെങ്കിൽ ശരി, അതൊക്കെ തിരിഞ്ഞില്ലല്ലേ? ചിലപ്പോ ഇത് മുന്നോട്ടോട്ടണ്ട. ഇതുപോലെ കഴിഞ്ഞിട്ടില്ല. അവസാനം ചെലവാക്കലായി കിട്ടിയാൽ മതിയെങ്കിൽ അതും ഉണ്ടാവും ഉള്ളില്. അതൊരു സന്തോഷമാണല്ലോ. ഇനി ഈ ബലാലിന്റെ മേലില് മുതൽ ചെലവാക്കാൻ ഉള്ളൊരു അവസരം ഉണ്ടാകാൻ മതിയെന്നേ. ഇതൊന്നും തമാശ പറയല്ലേട്ടോ, ഇത് സത്യമാണ്, 100% സത്യമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഭർത്താക്കന്മാരുടെ മനസ്സാണിത് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കരുതുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മനസ്സ് ഇങ്ങനെയാണുള്ളത്. ഞാൻ ഈ ആണുങ്ങളുടെ ഇടകൂടെ തന്നെ ജീവിക്കുന്നത്, എനിക്കറിയാം. ഒരാൾ പറഞ്ഞ കഥ ഞാൻ പറയുന്നില്ല, തമാശനെങ്കിലും ഞാൻ പറയട്ടെ. ആരും ഇങ്ങനെ ചോദിച്ചോ? ഉറപ്പല്ലേ? ഞാൻ ചോദിക്കുന്നില്ല. ഒരാളുടെ ഭാര്യ മരിച്ചു. ഇതില്ലല്ലോ, ഇതില്ലാത്ത ഞാൻ എന്റെ ഭാഗമൊന്നും കൂടുന്നില്ല. പഠിച്ചോണ്ട് ഞാൻ പറയണത്, ഞാൻ പറയട്ടെ. ഇത് തിരിഞ്ഞോട്ടെ, ഭർത്താക്കന്മാരാരാന്ന് ഓൽക്ക് മാള തിരിയാ. ഈ ഭാര്യന്മാർക്ക് മാള എന്റെ ഭർത്താവ് ഏതാണ് ചെയ്തും തിരിയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഭാര്യനെ തിരിയണമെന്ന്. എന്ന മാതിരി തന്നെ ഭർത്താവിനും എന്താണോ തിരിയണം. അല്ല ഞാൻ അപകടമല്ലേ പെണ്ണനും. ഒരു ചങ്ങായിന്റെ പെണ്ണുങ്ങളും വെച്ചു. അങ്ങനെ അയാളെ വേറെ പെണ്ണട്ടി. അപ്പൊ അയാളോട് പറയാണ് ഒരാളെ, നിങ്ങളൊക്കെ ഒരു ഭാഗ്യം. വേം മരിച്ചിട്ട് ആരത്ത് വേം മരിച്ചിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ കെട്ടാൻ കഴിഞ്ഞു. ഞമ്മളതിനാണെങ്കിൽ ഒരു ജലദോഷം പുത്രില്ല. ഞമ്മളെ ഒരു ജലദോഷം കൂടി ഉണ്ടാണില്ല. ഇത്തരത്തിൽ വെറുതെ പറയാൻ തോന്നുന്നു എനിക്ക്. ശരി, ഇല്ലാതെ ഇത് വെറുതെ പറഞ്ഞല്ല. ഞാൻ കേട്ടാ എവിടുന്ന അവസ്ഥ ഇത് കേൾക്കുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഇല്ലേ? അങ്ങനെ പറയില്ലേ? അങ്ങനെയാണ് ഭാര്യനോടുള്ള സ്നേഹത്തിന്റെ ഒക്കെ. എന്താ അത് കുടുങ്ങി കിട്ടി, കുടുങ്ങി ഇനി പത്താ കാട്ട ഒരു രക്ഷയില്ലാന്ന് ഓർത്തേക്ക് എത്തി. ഇവന്റെ ജീവിതം കഴിഞ്ഞു. പിന്നെ ഈ അരക്ക് നീക്കറുണ്ടോന്ന് കരുത്തറില്ല. അതിനോട് പോയാൽ മതി. എന്താ ഇതുങ്ങളെ കാണണ്ടല്ലോ ഏത് നേരത്തും. എന്നെ കുറച്ച് അരി വരി ആട്ട അരിയാൻ വാങ്ങിട്ട് കൊടുത്തിട്ട് ഹൈദരാബാദിക്കോ അല്ലെങ്കിൽ തങ്ങൾ വരുന്നോടത്തേക്കോ ക്യാമ്പിക്കോ. ക്യാമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾക്കാണ് എന്തോ ഒരു സുഖവും സന്തോഷമാണെന്ന് അറിയാം. ഉറങ്ങി തന്നെ ജാഫൂലിയർ പറഞ്ഞു എന്നോട്, ഉസ്താദ് എന്താ ആൾക്കാരൊക്കെ ചോറും വെച്ച് കടന്നുറങ്ങണം, എത്ര നേരമായി ഉറങ്ങായിരുന്നു. വിളിച്ചിട്ട് നിങ്ങളൊന്ന് വിളിച്ചായിട്ട് കുറച്ചേരം എന്തെങ്കിലും ഒരു ആരായിക്കൂടി സംസാരിക്കാമല്ലോ. ഞാൻ ജാഫൂലിയോട് പറഞ്ഞു, എന്ത് ജാഫൂലായിട്ട് നാളെ ഉറങ്ങിക്കോട്ടെ, ഇത്ര സുഖമായിട്ട് കഴിച്ചാൽ കുടിയൊന്നും കിട്ടലില്ല. സുഖമായിട്ടൊന്ന് കടന്നുറങ്ങിക്കോട്ടെ. ഇവിടെ വന്നാൽ രാത്രി ഉറങ്ങുന്നുണ്ട്, പകലും ഉറങ്ങുന്നുണ്ട്, താലീമിന്റെ ഇടയിൽ ഉറങ്ങുന്നുണ്ട്, താലീമ് കഴിഞ്ഞാലും ഉറങ്ങുന്നുണ്ട്. എന്തോ ഒരു സുഖമാണ്. കൂടി ചെന്നാൽ ഈ പെണ്ണുങ്ങളും കുട്ടികളുള്ളത് കാരണമായിട്ട് ഞങ്ങൾക്ക് ഉറക്കില്ല, എപ്പോഴും ക്ഷീണമാണ്. കടന്നാലും ഉറക്കം വരില്ല, അന്തിക്ക് വന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം ഇത് ആലോചിച്ചിട്ടേ ഇതൊക്കെ വീട്ടുകാരൊന്ന് പോകുന്നതല്ലേ, 2-3 ദിവസം സുഖമായിട്ട് കഴിഞ്ഞു വിടട്ടെ. ഈ ഐറ്റങ്ങൾക്ക് തന്നെ പോകാനുള്ളത്. 3 ദിവസം സുഖമായിട്ട് ഇവിടെ നിന്നോട്ടെ, ആരും ഉണക്കണ്ട, അന്ന് താലീമ് വേണ്ടായിരുന്നു ജയപ്രൂരോട്. അത് തിരക്കല്ല, നിങ്ങളോട് പറഞ്ഞു നിങ്ങളിപ്പോ എങ്ങനെയാണ് ഞാൻ ഉണക്കാൻ അയച്ചിലായി, ഇന്നാളെ ഉറങ്ങിക്കോട്ടെ. പിന്നെ നോക്കുമ്പോ ശരിയാണ്, ഞാൻ അങ്ങനെ തമാശ പറഞ്ഞതാണെങ്കിലും അത് സത്യം. അത്രയും സമാധാനവും സന്തോഷവും എന്തുണ്ട് ഈ മുഴുവന്മാർ തമ്മിലൊക്കെ ആട്ടുന്നതൊക്കെ കാണുമ്പോണ്ട്. സ്വന്തം പെണ്ണുങ്ങളെത്തിക്ക് ഒന്നല്ല, സത്യാണത്. അല്ലേ?
സത്യാണെന്ന് ആണുങ്ങൾ പറയണ്ടേ? ആ, ഇത് കാരണം ഇതിന്റെ അപകടങ്ങൾ കേട്ടോ നിങ്ങൾ. ഇതൊക്കെ പറയേണ്ടത് തന്നെ കേട്ടോ. ഇതിന്റെ അപകടങ്ങൾ കണ്ടോ? ഇത് കാരണം ഈ ആണിന് പല പെണ്ണുങ്ങളെയും കാണേണ്ടി വരുന്നുണ്ട്, പല അന്യ സ്ത്രീകളിലേക്കും നോക്കേണ്ടി വരുന്നുണ്ട്. ഒരു അന്യ സ്ത്രീ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്ന ഒരു ചിരി പോലും ഈ സ്വന്തം പെണ്ണുങ്ങൾ മുഖത്ത് നോക്കി ചിരിക്കണില്ല. അത് സത്യാണ്. അപ്പൊ ഈ ആണ് കരുതാണ് ഈ റോഡുമൂടെ പോണ ഈ പെണ്ണിനുള്ള ആ ഒരു സ്നേഹം പോലും ഞാൻ തിന്നാൻ കൊടുത്ത് വാസി ഉണ്ടാക്കുന്നുണ്ട് സ്വന്തം പെണ്ണുങ്ങൾക്കില്ലല്ലോ എന്ന് ഈ ഭർത്താവിന് ഉണ്ടാകുന്നുണ്ട്, തോന്നുന്നുണ്ട്. അങ്ങനെ പല പെണ്ണുകളിലേക്കും ഈ ആണുങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാം വിവാഹം, മൂന്നാം വിവാഹം, നാലാം വിവാഹം ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നതിനുള്ള കാരണങ്ങളാണിത്. മനസ്സിലായിക്കോളി. അതാണുള്ള കാരണങ്ങൾ. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ ഒരിക്കലും ഈ ഭർത്താവ് എന്താവില്ല, ഒരു അന്യ പെണ്ണിനെ നോക്കൂല, കാണൂല. ഒരു അന്യ സ്ത്രീയുടെ ചെറിയോ ഓളോ കോലോ ചേലോ ഉണ്ടാവില്ല, കാണാൻ കഴിയില്ല. ഇത് എന്നും വീട്ടിൽ നിൽക്കുന്ന, നമ്മൾ ചെലവിനോർത്ത് വളർത്തുണ്ടാക്കണ, നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ഭാര്യ നമ്മളോട് ചിരിക്കാത്ത ചിരി എന്താകുന്നുണ്ട്, പുറത്തുനിന്ന് ഇവർ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ സന്തോഷത്തിന്റെ ചിരി പോലും ഇവിടെ കാണില്ല, സ്വന്തം പെണ്ണുങ്ങൾ വീട്ടിൽ കാണില്ല. പിന്നെ ഈ ആണിന്റെ മനസ്സെന്തായിരിക്കും? നിങ്ങൾ ആരെങ്കിലും മനസ്സിലായിക്കോളി. ഈ ആണിന്റെ മനസ്സെന്തായിരിക്കും? അത് ഈ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. എന്താ കാരണം? ഇവരുടെ ദുസ്വഭാവം. ഇന്നപോലെ തെറ്റൊന്നും ചെയ്യണില്ല, അങ്ങനെ താറാവൊന്നും ഉണ്ടാക്കിയിട്ടല്ല. ഭാര്യയും ഭർത്താവും സന്തോഷത്തോടും സ്നേഹത്തോടും ജീവിക്കുന്നില്ല എങ്കിൽ അത് മക്കളിലേക്ക് എന്താവും ബാധിക്കും. കുറച്ച് പ്രായം ചെന്നതിന് ശേഷം നിങ്ങൾ രണ്ടാമത് ചർച്ച ചെയ്യും. ആര്? ഈ ഭാര്യയും ഭർത്താവും ഇവിടെ വെച്ചിട്ട് മരുവന്റെയും മകളി സ്വഭാവം കണ്ടിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും. എന്താ അപ്പൊ ഇങ്ങനെയൊക്കെ അതിലെന്ത് സുഖം നമ്മളെ കുട്ടിക്കുള്ളത്? അപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി, എന്ത് സുഖം എനിക്കുണ്ടായിന്, ആ സുഖം എന്റെ കുട്ടിക്കും ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിനുള്ള കാരണം എന്തേ? നമ്മൾ തന്നെയാണ്. മനസ്സിലായിട്ടില്ലേ? നിങ്ങളുടെ ജീവിതം, ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ജീവിതം, ഉമ്മാനും വാപ്പാനും ജീവിതമാണ് ഈ കുട്ടിക്ക് കാണാനുള്ളത്. എന്ത് കാട്ടിക്കൊടുത്ത് അതന്നെ എന്തും ചെയ്യാനുള്ളത്. അത് പെൺകുട്ടിയാണെങ്കിലും അതെന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായ, ആൺകുട്ടികളാണെങ്കിലും തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായ. അതുകൊണ്ട് തിരുത്തി എന്താക്കണം? കുട്ടികളെ പഠിപ്പിക്കണം. തിരുത്തിയിട്ട് കുട്ടിക്ക് കാട്ടി കൊടുക്കണം. നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നങ്ങളോ വല്ല സൗന്ദര്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് കുട്ടികളെ അറിയിക്കുകയും ചെയ്യാൻ പാടില്ല. കാരണം കുട്ടിക്കൊന്നും ഉമ്മയാണെന്നോ ആപ്പയാണ്. കുട്ടിക്ക് ഏതെങ്കിലും ഒന്നുകൂടെ ഉണ്ടാവും വെറുപ്പ്. ആദ്യമേയും കൂടി പറഞ്ഞാൽ കുട്ടിക്ക് ഏതോ ഒന്നിനോട് വെറുപ്പ് ഉള്ളിൽ വന്നു. അധികം വാപ്പാനോടുണ്ടായ വെറുപ്പ്, വാപ്പാനോട് കുട്ടിക്ക് വെറുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിന്റെ ദുന്യാവും വാപ്പും നഷ്ടപ്പെട്ടു. ദുന്യാവിലും മോനെ വിജയിക്കാൻ കഴിയില്ല, ആഖിറത്തിലും വിജയിക്കാൻ കഴിയില്ല എന്ന് ഓർപ്പിച്ചോളൂ. ഒരു വാപ്പ കുട്ടിനെ വെറുത്താൽ ആ കുട്ടിക്ക് ദുന്യാവില്ല, ആ കുട്ടിന്റെ ഖസ്റ ദുന്യാവൽ ആഖിറാണ്. ആ കുട്ടിന്റെ ദുന്യാവും നഷ്ടപ്പെട്ടു, ആഖിറും നഷ്ടപ്പെട്ടു. ഈ കുട്ടി വാപ്പാനെ വെറുത്തത് കാരണം കുറച്ച് കഴിഞ്ഞാൽ മന തല്ലും ചെയ്യും. ഉറപ്പാ തല്ലുന്നുണ്ട്. കാരണം തന്നെ പേടിച്ചല്ല വാപ്പാനെ വെറുത്തുകൊണ്ടാണുള്ളത്. നടുവിന് വാപ്പാനെ പേടിണ്ടായി, ഇനി വാപ്പാനും പേടിച്ചല്ല. ഇനി ഓൻ പെണ്ണോട്ടെ, ഓന്റെ പെണ്ണുങ്ങളുടെ പറ്റാത്തത് ഉമ്മയും അമ്മായിനും മരുളുമായി ഊലെമ്മിലും അച്ചറ. അത് തീർക്കലാറഞ്ഞ് മകൻ ആരുടെ കൂടെ ആയിരിക്കും? മകളുടെ കൂടെ അല്ല, പിന്നെ ഉമ്മാന്റെ കൂടെ അല്ല, പിന്നെ ഭാര്യന്റെ കൂടെ. ഉമ്മ പുറത്ത്. ഇത് ഉമ്മ കാട്ടി കൊടുത്ത അതിന്റെ ഫലം കിട്ടാൻ ഉമ്മാക്കത് ഒന്നും അമ്മാവത്തിലെ വെറുതെ വിടൂല, ഒന്നും വിടൂല. ഈ വാപ്പാനെ വെറുപ്പിക്കാനുണ്ടായ കാരണം ഉമ്മയാണെങ്കിൽ ഈ മകനെ വെറുപ്പിക്കാൻ തിരിച്ചു വരുന്നു.
നിൽക്കാൻ പോകുന്നില്ല, തുടർക്കഥയാണ്, തുടർന്ന് പോകും, മക്കളിലേക്ക് പകരും.